സൗജന്യ നൃത്ത പഠന ക്ലാസ് നടത്തുന്നതിനെതിരെ നാളെ തെരുവിൽ നൃത്തം ചെയ്ത് പ്രതിഷേധിക്കുമെന്ന് നൃത്താധ്യാപക സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നൃത്തം തൊഴിലായി സ്വീകരിച്ച് ഉപജീവനം നടത്തുന്ന 10,000-കണക്കിന് നൃത്താധ്യാപകരുണ്ട്. സൗജന്യ പഠനം തങ്ങളുടെ തൊഴിലിനെ സാരമായി ബാധിക്കും. സംസ്ഥാനത്തുടനീളം ഇത്തരം സൗജന്യ പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ച് ആദ്യമായി നടത്തുന്ന സമരമാണ് നാളെ മട്ടന്നൂർ മിനി ക്ലബ്ബ് പരിസരത്ത് കാലത്ത് 10 മണിക്ക് നടക്കുകയെന്നും കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ് പറഞ്ഞു. കാരണം പ്രാചീന കാലം മുതലേ നൃത്തം പഠിപ്പിക്കുന്നത് പൈസയ്ക്ക് തന്നെയാണ്. നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യുന്നില്ല. കാരണം ഞങ്ങളുടെ ഉപജീവന മാർഗമാണത്. ഞങ്ങൾക്കും മറ്റു ഒരു തൊഴിലില്ലാത്തവരാണ്. നൃത്തം മാത്രമാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം. അപ്പം ഒരുപാട് കുട്ടികൾ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നുണ്ട്. വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള നൃത്തം തൊഴിലായി സ്വീകരിച്ചവരെ ലോകം അറിയുന്നില്ലെന്നുള്ളതാണ് സത്യം. കലോത്സവങ്ങളും അല്ലെങ്കിൽ മറ്റ് വേദികളിൽ വരുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ പ്രോഗ്രാമിന് വിളിക്കുകയും പ്രോഗ്രാം കഴിയുമ്പോൾ ഞങ്ങളെ കരിവേപ്പല പോലെ എടുത്തു കളയുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് ഒരു ജോലി പോലും ഒരു സ്കൂളിൽ പോലും ജോലി കൊടുക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. നൃത്ത അധ്യാപകർ എന്നുള്ള നിലയിൽ ഒരു കുട്ടികൾക്ക് പോലും ജോലി കൊടുക്കുന്നില്ല. ആയിരക്കണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും കലാമണ്ഡലം, RLB തുടങ്ങിയ പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഒരു കുട്ടികൾക്ക് പോലും ജോലി സാധ്യതയില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് ചെറിയ ചെറിയ നൃത്ത സ്ഥാപനങ്ങൾ ഇടുകയും ട്യൂഷൻ എടുക്കുകയൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്ന നർത്തകരാണ് ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും തന്നെ. അപ്പം അവർക്ക് ഒരു ഭീഷണിയായി വന്നിരിക്കുന്നത് സൗജന്യ നൃത്ത പഠന ക്ലാസ് എന്ന് പറഞ്ഞ് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ പരസ്യങ്ങളിട്ട് നിരവധി കുട്ടികളെ സ്വാധീനിച്ച് സൗജന്യമെന്ന് കേൾക്കുമ്പോൾ ഇവരെല്ലാവരും സൗജന്യമായുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഞങ്ങൾക്കൊക്കെ ഒരുപാട് കുട്ടികൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും വിവിധങ്ങളായ കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 25 പേരെ പൈസ തരുന്നുള്ളൂ. ബാക്കി കുട്ടികൾ ആരും പൈസ തരുന്നില്ല. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു. നമ്മളതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറയാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സ്ഥാപനം സിനിമാറ്റിക് ഡാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡാൻസുകളായിരുന്നു, അവർ ക്ലാസിക്കൽ ഡാൻസ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു. 400-ലധികം ആൾക്കാരെ വെച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ സ്ഥാപനം ആരംഭിച്ചു. ഈ നാളെ 31-ാം തീയതി മട്ടന്നൂരിൽ കണ്ണൂർ ജില്ലയുടെ സ്ഥാപനം ആരംഭിക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ കേരളത്തിലുള്ള മുഴുവൻ നൃത്ത അധ്യാപകരും പ്രതിഷേധം നടത്തുകയാണ്. ഞങ്ങളൊക്കെ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാക്കളാണ്. ഞങ്ങളെ ഗവൺമെൻറ് അംഗീകൃത യൂണിയനാണ്. തൊഴിലാളി എന്നുള്ള ഗവൺമെൻറ് അംഗീകാരം തന്നിരിക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഈ തൊഴിലിന് ഞങ്ങൾ എവിടെ പോകും? അതാണ് ഞങ്ങളുടെ ചോദ്യം. ട്രഷറർ പ്രസാദ് ഭാസ്കരൻ കണ്ണൂർ, ജില്ലാ സെക്രട്ടറി ബേബി, റെജിൽ, രജിത A, സജീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.